Today we can start with our next topic in the business studies, functions of management. Management has some functions. What is functions? Functions means the activities or elements which are performed by a manager. The activities or functions which are performed by a manager are called functions. Functions of management. ഒരു മാനേജർ ഒരു ഓർഗനൈസേഷനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണോ ചെയ്യുന്നത് അതിനെ പറയുന്ന പേരാണ് ഫങ്ഷൻസ്. മാനേജ്മെൻറ്റ് ഹാസ് ബേസിക്കലി 5 ഫങ്ഷൻസ്: പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ദീസ് ഫങ്ഷൻസ് ആർ ടു ബി പെർഫോംഡ് ഇൻ ആൻ ഓർഡർലി അറേഞ്ച്ഡ് മാനർ. ഇവ ക്രമമായി ചെയ്യണം. ഇതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ക്രമമായി ഈ ഫങ്ഷൻസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ മാനേജ്മെൻറ്റിനെ പ്രോസസ് എന്ന് വിളിക്കുന്നത്. വൈ ദി മാനേജ്മെൻറ്റ് കോൾഡ് ആസ് പ്രോസസ്? Management performing these functions: planning, organizing, staffing, directing and controlling in an orderly arranged manner. ക്രമമായി ഈ 5 ഫങ്ഷൻസ് ചെയ്യുന്നത് കൊണ്ടാണ് മാനേജ്മെൻറ്റിനെ ഒരു പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. മാനേജ്മെൻറ്റിൻ്റെ ഈ ഫങ്ഷൻസിനെ കുറിച്ചാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. നമുക്കതിലെ ഓരോ ഫങ്ഷൻസിലേക്കും ഒന്ന് പോകാം. ഫസ്റ്റ് ഫങ്ഷൻ, ദാറ്റ് ഈസ് പ്ലാനിങ്. Planning is the first and basic function of management. What is planning? It is a process of determining in advance what is to be done in future. ഭാവിയിൽ എന്ത് ചെയ്യണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നതിനെയാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമിൻ ദി ഒബ്ജക്റ്റീവ്. എന്താണ് ഒരു ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ, അത് മുൻകൂട്ടി തീരുമാനിക്കാൻ നമ്മളെ സഹായിക്കുന്നത് പ്ലാനിംഗ് ആണ്. കാരണം പ്ലാനിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സെറ്റിംഗ് അപ്പ് ഓഫ് ഒബ്ജക്റ്റീവ് ആണ്. ലക്ഷ്യം നിശ്ചയിക്കലാണ് ആദ്യത്തെ കാര്യം. ആസൂത്രണത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റിംഗ് അപ്പ് ഓഫ് ഒബ്ജക്റ്റീവ് ആണ്. അപ്പോൾ ലക്ഷ്യം തീരുമാനിക്കാൻ ഇത് സഹായിക്കുന്നു. അതിലൂടെ കഴിഞ്ഞില്ല, ആ തീരുമാനിച്ച ലക്ഷ്യത്തെ നേടിയെടുക്കാനും പ്ലാനിംഗ് സഹായിക്കുന്നു. അപ്പോൾ ആ പ്ലാനിംഗ് ഹെൽപ്സ് ടു ഡിറ്റർമിനിങ് ദി ഒബ്ജക്റ്റീവ് ആൻഡ് ദി കോഴ്സ് ഓഫ് ആക്ഷൻ ടു ബി ഫോളോഡ് ഫോർ അച്ചീവിങ് ദം. ആ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണോ അവ നേടിയെടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാനും പ്ലാനിംഗ് നമ്മളെ സഹായിക്കുന്നു എന്ന് നമുക്ക് പറയാം. ദെൻ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. പ്ലാനിങ് ഈസ് എ പ്രോസസ് ഓഫ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ കോൺസിക്വൻസ് എന്തായിരിക്കും, അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്ന് ചിന്തിക്കുന്ന പ്രക്രിയ. സോ ഇറ്റ്സ് പ്യുവർലി എ മെൻ്റൽ ആക്ടിവിറ്റി, മെൻ്റൽ പ്രോസസ്. ദെൻ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ലുക്കിംഗ് അഹെഡ്. നമ്മൾ മുന്നിലേക്ക് നോക്കുകയാണ്, ഫ്യൂച്ചറിൽ എന്താകും എന്നുള്ള. ഇറ്റ്സ് പ്യുവർലി ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആക്ടിവിറ്റി. ദെൻ എ പ്ലാൻ ഈസ് സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് എ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. ഇതൊരു ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷനാണ്, ഭാവിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഫ്യൂച്ചറിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമുക്കൊരു പരിധി വരെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. It cannot prevent the problems, but we can predict them or we can make a preparation. നമുക്കൊരു തയ്യാറെടുപ്പ് നടത്താം to face those ചേഞ്ചസ്. എന്തെങ്കിലും മാറ്റങ്ങൾ ഭാവിയിൽ ഉണ്ടാകാനുണ്ടോ അത് നമുക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനനുസരിച്ചൊരു തയ്യാറെടുപ്പ് നടത്താൻ ഇത് നമുക്ക് സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം, പ്ലാനിങ് cannot prevent problems, but it predict them and prepare contingency plans to deal with them. അവയുമായി അത്തരം മാറ്റങ്ങളുമായി നേരിടാനുള്ള ഒരു കണ്ടിജൻസി പ്ലാൻ നമുക്ക് തയ്യാറാക്കി വയ്ക്കാൻ പ്ലാനിങ് നമ്മളെ സഹായിക്കുന്നു എന്ന് നമുക്ക് പറയാം. ഇനി നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ, ഇഫ് എ പേഴ്സൺ ഗോയിങ് ടു സ്റ്റാർട്ട് ആൻ ഓർഗനൈസേഷൻ, ഫസ്റ്റ് ഓഫ് ഓൾ he has to decide which type of organization he is going to start. അയാൾ ട്രേഡിംഗ് ഓർഗനൈസേഷനാണോ മാനുഫാക്ചറിങ് ഓർഗനൈസേഷനാണോ അങ്ങനെ തീരുമാനിച്ചു. ഇപ്പോൾ ഒരു വ്യക്തി ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ അയാളൊരു തീരുമാനം എടുത്തു. മാനുഫാക്ചറിങ് കൺസേൺ വേണോ ട്രേഡിംഗ് കൺസേൺ വേണോ എന്നുള്ളതിൽ അവിടെ ഒരു തീരുമാനം എടുത്തു. അയാളുടെ മുമ്പിൽ ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. അവിടെ അയാൾ ട്രേഡിംഗ് ഓർഗനൈസേഷൻ മതി എന്ന തീരുമാനത്തിലെത്തി. ദെൻ ഇനി അയാൾക്ക് പ്ലേസ് ഓഫ് ബിസിനസ്, എവിടെ ബിസിനസ് തുടങ്ങണം, അയാൾക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്, പല സ്ഥലങ്ങൾ ലഭ്യമാണ്. അതിൽ നിന്ന് ഒരു സ്ഥലം അയാൾ ഡിസൈഡ് ചെയ്യുന്നു. പിന്നെ ഏത് ഫോമിൽ ഓർഗനൈസേഷൻ തുടങ്ങണം. നമ്മൾ 5 ഫോംസ്, പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ 5 ഫോംസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. സോൾ ട്രേഡിംഗ് കൺസേൺ, പാർട്ട്ണർഷിപ്പ്, ജോയിൻറ്റ് ഇൻറ്റു ഫാമിലി ബിസിനസ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇതിൽ ഏത് ഫോം ഓഫ് ഓർഗനൈസേഷനാണ് അയാൾ തുടങ്ങുന്നതെന്ന് അയാൾക്ക് ഡിസൈഡ് ചെയ്യണം. ദെൻ എത്ര ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യണം, ആരൊക്കെ ആയിരിക്കണം സപ്ലയേഴ്സ്, ഏതൊക്കെ തരം പ്രൊഡക്റ്റുകളായിരിക്കണം മാർക്കറ്റ് ചെയ്യുന്നത്, എവിടെയൊക്കെ ഏരിയ ഓഫ് ഓപ്പറേഷൻ വേണം. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ആ ഓർഗനൈസേഷൻ തുടങ്ങുന്നതും ആ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അയാൾ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പ്ലാനിംഗ് ആണ്. സോ
പ്ലാനിങ് മീൻസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ. അതോടൊപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ ദർ ആർ ലാർജ് നമ്പർ ഓഫ് ആൾട്ടർനേറ്റീവ്സ് ആർ അവൈലബിൾ. സെലക്ടിങ് ദി ബെസ്റ്റ് ഫ്രം എമംഗ് ദീസ് ആൾട്ടർനേറ്റീവ്സ്. ഈ ആൾട്ടർനേറ്റീവ്സിൽ നിന്നും ബദൽ മാർഗ്ഗങ്ങളിൽ നിന്നും ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക. പ്ലേസ് ഓഫ് ബിസിനസ് തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ ഏറ്റവും നല്ല പ്ലേസ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഫോം ഓഫ് ബിസിനസ് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും നല്ല ഫോം ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ട് ഡിസൈഡ് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ഏതാണോ അത് ഡിസൈഡ് ചെയ്യുക. ഒരു സപ്ലയറെ ഡിസൈഡ് ചെയ്യുമ്പോൾ അത് തീരുമാനം. ഇങ്ങനെ എല്ലാ മേഖലയിലും സെലക്ടിങ് ദി ബെസ്റ്റ് ഫ്രം എമംഗ് ആൾട്ടർനേറ്റീവ്സ് ഈസ് ആൾസോ എ പാർട്ട് ഓഫ് പ്ലാനിങ്. അപ്പോൾ പ്ലാനിങ് എന്താണെന്ന്, ആസൂത്രണം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് thinking before doing. It's a process of looking ahead. It's a process of deciding in advance what is to be done in the ഫ്യൂച്ചർ. ഭാവിയിൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അതായത് ഡിസൈഡിങ് വാട്ട് ഈസ് ടു ബി ഡൺ, ഹൂ ഈസ് ടു ബി ഡൺ, ഹൗ ഈസ് ടു ബി ഡൺ, വെൻ ഇറ്റ് ഈസ് ടു ബി ഡൺ, എല്ലാ കാര്യങ്ങളും തീരുമാനിക്കൽ പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. ഇത്രയും ആണ് പ്ലാനിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് ഫങ്ഷനിലേക്ക് പോകാം മാനേജ്മെൻറ്റിൻ്റെ. ദാറ്റ് ഈസ് ഓർഗനൈസിങ്. ഓർഗനൈസിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് അസൈനിങ് ഡ്യൂട്ടീസ്. ജോലികൾ ഏൽപ്പിച്ചു കൊടുക്കുക, കടമകൾ ഏൽപ്പിച്ചു കൊടുക്കുക. അസൈനിങ് ഡ്യൂട്ടീസ്, ഗ്രൂപ്പിംഗ് ടാസ്ക്. ഒരേ സ്വഭാവമുള്ള പ്രവർത്തനങ്ങളെ ഒരു ഗ്രൂപ്പാക്കുക. വിവിധ ടാസ്കുകളിൽ ഒരേ സ്വഭാവമുള്ളതിനെ ഒരു ഗ്രൂപ്പാക്കുക. എസ്റ്റാബ്ലിഷിംഗ് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ്. ആക്ച്വലി എസ്റ്റാബ്ലിഷിംഗ് അതോറിറ്റി, അധികാരങ്ങളെ നിശ്ചയിക്കുക, അധികാര കേന്ദ്രങ്ങളെ നിശ്ചയിക്കുക. ദെൻ അതുപോലെ തന്നെ ആൻഡ് അലോക്കേറ്റിംഗ് റിസോഴ്സസ്, വിഭവങ്ങളെ വീതം വയ്ക്കുക. വിഭവങ്ങളെ ഓരോരുത്തർക്കും സ്ഥാപനത്തിന് മൊത്തത്തിൽ ലഭ്യമാകുന്ന രീതിയിൽ വിഭവങ്ങളെ വീതം വയ്ക്കുക. എന്തിനു വേണ്ടി? ടു ക്യാരി ഔട്ട് എ സ്പെസിഫിക് പ്ലാൻ. നമ്മൾ നിശ്ചയിച്ച ലക്ഷ്യം നേടാൻ വേണ്ടി സ്ഥാപനത്തിലെ വിഭവങ്ങളെ വീതം വയ്ക്കുക. ഒന്നുകൂടെ വിശദമാക്കാം. അതായത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് അസൈനിങ് ഡ്യൂട്ടീസ്. നമ്മൾ പറഞ്ഞു ഒരു സ്ഥാപനം തുടങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ജനറൽ മാനേജർ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ വരുന്ന ഒരു പോസ്റ്റാണ് ജനറൽ മാനേജർ, അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ, അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഇങ്ങനെ ഒരു പദവി. ആ പദവിയിലുള്ള ആൾ ചെയ്യേണ്ട ജോലികൾ എന്തൊക്കെയാണ് എന്ന് തീരുമാനിക്കുക. ഇത് ഡിസൈഡ് ചെയ്യുന്നത് ഓർഗനൈസിങ്ങിൻ്റെ ഭാഗമാണ്. പിന്നെ അയാളുടെ കീഴിൽ, ആ എം ഡിക്ക് കീഴിൽ അല്ലെങ്കിൽ ആ ജനറൽ മാനേജറിന് കീഴിൽ ആരെല്ലാം സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു. ഒരു പർച്ചേസ് മാനേജറുണ്ട്, മിഡിൽ ലെവലിൽ വരുന്ന പർച്ചേസ് മാനേജറുണ്ട്, സെയിൽസ് മാനേജറുണ്ട്, ഫിനാൻസ് മാനേജറുണ്ട്, മാർക്കറ്റിംഗ് മാനേജറുണ്ട്. ഇവരുടെ ഓരോരുത്തരുടെയും ഫങ്ഷൻസ് എന്തൊക്കെയാണ് ഇത് ഡിസൈഡ് ചെയ്യുക. അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക. മേലുദ്യോഗസ്ഥ കീഴുദ്യോഗസ്ഥ ബന്ധം. ആരൊക്കെയാണ് മേലുദ്യോഗസ്ഥരായിട്ടുള്ളത്, ആർക്കൊക്കെയാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്, ആർക്കൊക്കെയാണ് നമുക്ക് ഓർഡർ കൊടുക്കാൻ പറ്റുക, ഈ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാം. അപ്പോൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് നമ്മൾ പഠിച്ചതാണ്. അതിനകത്ത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. ഇതിൽ ഓരോ തലത്തിലും ടോപ്പ് ലെവലിൽ ഉള്ള ആൾ മിഡിൽ ലെവലിലുള്ള ആൾക്ക് ഓർഡർ കൊടുക്കും, മിഡിൽ ലെവലിലുള്ള ആൾ ലോവർ ലെവലിലുള്ള ആൾക്ക് ഓർഡർ കൊടുക്കും. ഇതേപോലെ ലോവർ ലെവലിലുള്ള ആൾ മിഡിൽ ലെവലിലേക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും, മിഡിൽ ലെവലിലുള്ള ആൾ ടോപ്പ് ലെവലിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. അപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ സബ്മിഷൻ അപ്വേർഡാണ്, മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അതേസമയം ഓർഡറിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഡൗൺവേർഡാണ്. അപ്പോൾ ഈ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പിലൂടെയാണ് ആരാണ് മേലുദ്യോഗസ്ഥൻ, ആരാണ് കീഴുദ്യോഗസ്ഥൻ, അപ്പോൾ ഈ സുപ്പീരിയർ ആരാണ്, സബോർഡിനേറ്റ് ആരാണ് എന്ന് തീരുമാനിക്കുന്നത് ഓർഗനൈസിങ്ങിലാണ്. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞത് ഓർഗനൈസിങ് ഈസ് എ ഫങ്ഷൻ ഓഫ് അസൈനിങ് ഡ്യൂട്ടീസ്. മേലുദ്യോഗസ്ഥൻ്റെ ജോലികൾ എന്തൊക്കെയാണെന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. എന്താണ് എം ഡി ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ജനറൽ മാനേജർ ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് മാർക്കറ്റിംഗ് മാനേജർ ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യമാണ് ലോവർ ലെവലിലുള്ള ഒരു സൂപ്പർവൈസർ ചെയ്യേണ്ടത്. ഇങ്ങനെ ആ ഫങ്ഷൻ, ആ പൊസിഷനിൽ ഏത് വ്യക്തി ഇരുന്നാലും ഹി ഹാസ് ടു പെർഫോം ദോസ് ഡ്യൂട്ടീസ്. ഒരു സ്കൂളിൻ്റെ കാര്യം എടുക്കുക. സ്കൂളിൽ പ്രിൻസിപ്പൽ, ഓരോ വിഷയങ്ങൾക്കും ടീച്ചേഴ്സ് ഉണ്ടാവും, ദെൻ സ്റ്റുഡൻസ്. ഈ പദവികൾ അവിടെ നിലനിൽക്കും. സ്ഥാപനം ഉള്ളിടത്തോളം കാലം ഈ പദവികൾ അവിടെ നിലനിൽക്കും. അതിൽ വ്യക്തികൾ മാറാം. അപ്പോൾ ഒരു പ്രിൻസിപ്പൽ ചെയ്യേണ്ട ഡ്യൂട്ടി എന്തൊക്കെയാണ്, പ്രിൻസിപ്പളുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്, ഇത് ഡിസൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ഓർഗനൈസിംഗ് ആണ്. ഒരു ടീച്ചറുടെ ഡ്യൂട്ടി എന്താണ്, അതോറിറ്റി എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണ്, ദെൻ സ്റ്റുഡൻറ്റ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം ആ സ്ഥാപനം, ആ സ്കൂൾ എന്ന സംവിധാനം ഉള്ളിടത്തോളം കാലം നിലനിൽക്കും. അതിൽ ആളുകൾ മാറും, പക്ഷേ ആ പദവികൾ, അവ തമ്മിലുള്ള ബന്ധം അതവിടെ നിലനിൽക്കും. ഇതാണ്
ഓർഗനൈസിങ്ങിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് അസൈനിങ് ഡ്യൂട്ടീസ്. ദെൻ പിന്നീട് നമ്മൾ പറഞ്ഞ കാര്യം ഗ്രൂപ്പിംഗ് ഓഫ് ടാസ്ക് ആണ്. ഗ്രൂപ്പിംഗ് ഓഫ് ടാസ്ക്, ഒരേ സ്വഭാവമുള്ള പ്രവർത്തനങ്ങളെ ഒരു ഗ്രൂപ്പാക്കി മാറ്റുക. ഒരു സ്ഥാപനത്തിനകത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ, ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. അതിൽ ചില ആക്ടിവിറ്റീസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫിനാൻസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ടാവും. ചിലത് മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടതായിരിക്കും, ചിലത് സെയിൽസുമായി ബന്ധപ്പെട്ടതായിരിക്കും, ചിലത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടതായിരിക്കും. ഒരേ സ്വഭാവമുള്ള പ്രവർത്തനങ്ങളെ ഒരു ഗ്രൂപ്പാക്കി മാറ്റുക. ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരിക, പർച്ചേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ സിമിലർ ആക്ടിവിറ്റീസിനെ ഒരു ഗ്രൂപ്പാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് ഗ്രൂപ്പിംഗ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ എന്നൊക്കെ പറയാം. അപ്പോൾ ആ ഗ്രൂപ്പിംഗ് ഓഫ് ടാസ്ക് എന്ന് പറയുന്നത് ഓർഗനൈസിങ്ങിൻ്റെ ഭാഗമാണ്. ദെൻ അതുപോലെ എസ്റ്റാബ്ലിഷിംഗ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷിംഗ് അതോറിറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അത് മേലുദ്യോഗസ്ഥനും കീഴുദ്യോഗസ്ഥനും തമ്മിലുള്ള ബന്ധം തീരുമാനിക്കുക. ആർക്കാണ് ഏത് പദവിയിലുള്ള ആൾക്കാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്, എവിടെ നിന്ന് എങ്ങോട്ടാണ് ഓർഡറുകൾ സഞ്ചരിക്കേണ്ടത്, ഇത് ഡിസൈഡ് ചെയ്ത് വെക്കുക. ദെൻ അതുപോലെ തന്നെ അലോക്കേറ്റിംഗ് റിസോഴ്സസ്, സ്ഥാപനത്തിൽ ലഭ്യമായ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പണം, ഫണ്ട് എന്ന് പറയുന്നത്, ഫിനാൻസ് എന്ന് പറയുന്നത് സ്ഥാപനത്തിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ആവശ്യമുള്ള കാര്യമാണ്. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഫണ്ട് വേണം, ഫിനാൻസിന് വേണം, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണം, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണം. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഈ ലഭ്യമായ പണം അലോട്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ഓർഗനൈസിങ്ങിൻ്റെ ഭാഗമാണ്. അതൊരു വിഭവമാണ്. ദെൻ മറ്റൊരു വിഭവമാണ് ഹ്യൂമൻ റിസോഴ്സ്, ജീവനക്കാരെയും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ജീവനക്കാർ വേണം. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ആവശ്യത്തിനനുസരിച്ച് അവിടേക്ക് ആവശ്യമുള്ള ജീവനക്കാരെ അലോട്ട് ചെയ്യുന്നതും ഓർഗനൈസിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ എന്താണ് ഓർഗനൈസിങ് എന്ന് വെച്ചാൽ സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് എ ഫ്രെയിം വർക്ക്. ഒരു ചട്ടക്കൂട് ഉണ്ടാക്കുക, ഒരു ഫ്രെയിം വർക്ക് സ്ഥാപനത്തിന് ഉണ്ടാക്കുക എന്നതാണ് ഓർഗനൈസിങ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് പ്ലാനിങ്ങിലൂടെ നമ്മൾ തുടങ്ങേണ്ട സ്ഥാപനത്തെക്കുറിച്ചൊരു ധാരണയായി. രണ്ടാമത് ഓർഗനൈസിങ്ങിലൂടെ നമുക്കൊരു ഫ്രെയിം വർക്ക് കിട്ടിക്കഴിഞ്ഞു. സ്ഥാപനത്തിൽ എന്തെല്ലാം റിസോഴ്സുകൾ ആവശ്യമുണ്ട്, എത്രത്തോളം ഹ്യൂമൻ റിസോഴ്സുകൾ ആവശ്യമുണ്ട്, ഏതൊക്കെ പദവികളുണ്ട്, പ്രധാനമായിട്ട് അത് ഏതെല്ലാം പദവികളുണ്ട്, സുപ്പീരിയേഴ്സ് ആരൊക്കെ, സബോർഡിനേറ്റ്സ് ആരൊക്കെ, അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഏതെല്ലാം ആക്ടിവിറ്റീസ് ആണുള്ളത്, ഏതെല്ലാം ആക്ടിവിറ്റീസിനെ ഒരു ഗ്രൂപ്പാക്കി മാറ്റാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ക്രിയേഷൻ ഓഫ് എ ഫ്രെയിം വർക്ക്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഇൻവോൾവ്സ് ക്രിയേറ്റിംഗ് ജോബ് പൊസിഷൻസ് അറ്റ് വാരിയസ് ലെവൽസ് ഓഫ് ദി ഓർഗനൈസേഷൻ. സ്ഥാപനത്തിൻ്റെ വിവിധ പദവികളിൽ ജോബ് പൊസിഷൻസ്, തൊഴിൽ പദവികൾ ഉണ്ടാക്കുക, വിവിധ തലങ്ങളിൽ തൊഴിൽ പദവികൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഓർഗനൈസിങ്ങിൻ്റെ ഭാഗമാണ്. അവ തമ്മിൽ ബന്ധം ഉണ്ടാക്കണം. ആർക്ക് റിപ്പോർട്ട് കൊടുക്കണം, ആരിൽ നിന്ന് ഓർഡറുകൾ സ്വീകരിക്കണം, ഇത് തീരുമാനിക്കുക. ദാറ്റ് മീൻസ് എസ്റ്റാബ്ലിഷിംഗ് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്, മേലുദ്യോഗസ്ഥ കീഴുദ്യോഗസ്ഥ ബന്ധം സ്ഥാപിക്കുക. സോ സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് ഓർഗനൈസിങ് ഈസ് എ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ ഓർഗനൈസിങ് എന്താണെന്ന് പറഞ്ഞു. ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ ക്രിയേഷൻ ഓഫ് എ ഫ്രെയിം വർക്കാണ്. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പാണ്. ഇതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ വരും? അസൈനിങ് ഡ്യൂട്ടീസ്, ഓരോ പദവിയിലേക്കുള്ള ജോലി എന്തൊക്കെയാണെന്ന് ഏൽപ്പിച്ചു കൊടുക്കുക, അതോറിറ്റി ഡിസൈഡ് ചെയ്യുക അല്ലെങ്കിൽ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ഡിസൈഡ് ചെയ്യുക, ഓരോ പദവിയിലുള്ള ആളുകൾ ചെയ്യേണ്ട അവരുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്, അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, ഇത് തീരുമാനിച്ചു വയ്ക്കുക. എസ്റ്റാബ്ലിഷിംഗ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സുപ്പീരിയർ ആൻഡ് സബോർഡിനേറ്റ്സ്, ഇത്തരം കാര്യങ്ങളെല്ലാം തീരുമാനിക്കുക. അതിലൂടെ എന്ത് സംഭവിക്കും? സ്ഥാപനത്തിൻ്റെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനും പറ്റും. അപ്പോൾ റിസോഴ്സസ് എന്ത് ചെയ്യുക? കൃത്യമായി ഓരോരുത്തർക്കും ആവശ്യമുള്ള രീതിയിൽ അലോട്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഓർഗനൈസിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്ലാനിങ് പറഞ്ഞു, ഓർഗനൈസിങ് പറഞ്ഞു. നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് ഈസ് എ ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓർഗനൈസേഷനകത്ത് ആവശ്യമുള്ള കുറച്ച് പദവികളെക്കുറിച്ച് നമ്മൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളൊരു സ്കൂളിൻ്റെ കാര്യം പറഞ്ഞു. സ്കൂൾ നമ്മൾ തുടങ്ങണം. അപ്പോൾ ആ സ്കൂളിന് ഒരു പ്രിൻസിപ്പൽ വേണം, നമ്മൾ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 10 ടീച്ചേഴ്സിനെ വേണം, നമ്മൾ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പദവികളൊക്കെ ആയിട്ടുണ്ട്.
ഓരോ പദവിയിലിരിക്കേണ്ട ആൾക്കാർക്ക് വേണ്ട അവരുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ ക്വാളിഫിക്കേഷൻസ്, ഓരോ പദവിക്കും വേണ്ട ക്വാളിഫിക്കേഷൻസ് കാര്യങ്ങളും ഒക്കെ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യമായ ആളുകളെ കൊണ്ടുവരണം, വ്യക്തികളെ കൊണ്ടുവരണം. മനുഷ്യരുമായി ബന്ധപ്പെട്ട മാനേജ്മെൻറ്റ് ഫംഗ്ഷനാണ് സ്റ്റാഫിംഗ്. അതുകൊണ്ടാണ് നമുക്കതിനെ ഒരു ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷൻ, ഇറ്റ്സ് എ ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷൻ. സ്റ്റാഫിംഗ് എന്താണ്? സ്റ്റാഫിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദി റൈറ്റ് പേഴ്സൺ ഫോർ ദി റൈറ്റ് ജോബ് അറ്റ് ദി റൈറ്റ് ടൈം. ശരിയായ സമയത്ത് ശരിയായ ജോലിക്ക് ശരിയായ സ്ഥാനത്ത് ആളെ കൊണ്ടുവരിക എന്നുള്ളതാണ് സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദി റൈറ്റ് പേഴ്സൺ, ശരിയായ വ്യക്തിയെ കണ്ടെത്തുക, ഫോർ ദി റൈറ്റ് ജോബ്, ശരിയായ ജോലിക്ക് ശരിയായ വ്യക്തിയെ കണ്ടെത്തുക, അറ്റ് ദി റൈറ്റ് ടൈം, കൃത്യമായ സമയത്ത്. എപ്പോഴാണോ ആ സ്ഥാപനത്തിനകത്തൊരു വേക്കൻസി വരുന്നത് ആ സമയത്ത് ആ വ്യക്തിയെ നമ്മൾ കണ്ടെത്തി അവിടെ അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അയാൾക്ക് ആവശ്യമായ ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഫ്യൂച്ചറിൽ ഒരു ഒഴിവ് ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ ആ ഒഴിവ് വന്നതിന് ശേഷമല്ല നമ്മളൊരാളെ കണ്ടെത്തേണ്ടത്. അങ്ങനെ ഒരു ഒഴിവ് ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ട് ഒരാളെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ നടപടികൾ നമ്മൾ മുൻകൂട്ടി സ്വീകരിക്കേണ്ടതുണ്ട്. എനിവേ, staffing is connected with human resource. It's a process of finding the right person for the right job at the right time. Then it is also known as human resource function. ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് സ്റ്റാഫിങ്ങിൽ വരിക? സ്റ്റാഫിംഗ് ഒരു ബ്രോഡ് ഫംഗ്ഷനാണ്. സ്റ്റാഫിംഗ് ചെയ്യുന്നത് മുമ്പ് പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്നറിയപ്പെട്ടിരുന്ന ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ഇപ്പോൾ HR മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറയുന്നത് റിക്രൂട്ട്മെൻറ്റ്, കണ്ടെത്തുക, സ്ഥാപനത്തിലെ ജോലിക്ക് ആവശ്യമുള്ള ആളുകളെ, അയോഗ്യരായ ആളുകളെ കണ്ടെത്തി അവരെ ആ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക. ഈ പ്രോസസ്സിനെയാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് പിന്നീട് നോക്കാം. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ഒരു സ്റ്റാഫിങ്ങിൻ്റെ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷനാണ്, HR ഫംഗ്ഷനാണ് എന്തെന്ന് പറഞ്ഞത് റിക്രൂട്ട്മെൻറ്റ്. ദെൻ അതേപോലെ തന്നെ സെലക്ഷൻ. അപ്പോൾ റിക്രൂട്ട്മെൻറ്റിൽ ആളുകളെ കണ്ടെത്തി കഴിഞ്ഞു, ധാരാളം ആൾക്കാർ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യും. അതിൽ നിന്ന് ഏറ്റവും സ്യൂട്ടബിളായ ആപ്റ്റായ ആൾക്കാരെ എടുക്കുന്നതാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ദെൻ പ്ലേസ്മെൻറ്റ്, അവർക്ക് ഓരോ പൊസിഷനിൽ നിയമനം കൊടുക്കുക, അവരെ ഓക്യുപ്പൈ ചെയ്യുക, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോസ്റ്റിലേക്ക് ഓക്യുപ്പൈ ചെയ്യുക എന്ന് പറയുന്നതാണ് പ്ലേസ്മെൻറ്റ്. ദെൻ അവർക്ക് ആവശ്യമായ ട്രെയിനിങ് കൊടുക്കുക, അവർക്ക് മറ്റു വല്ല ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്, അവരുടെ കരിയർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുക. ദെൻ അതേപോലെ അവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കുക, അത് ടൈം റേറ്റ് സിസ്റ്റം ആവാം, പീസ് റേറ്റ് സിസ്റ്റം ആവാം, മറ്റേതെങ്കിലും രീതി ഉണ്ടാവാം. ദെൻ അതേപോലെ തന്നെ അവർക്ക് അവരുമായി ബന്ധപ്പെട്ട അലവൻസുകൾ ഉണ്ടാവാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവരുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും. ദെൻ അതേപോലെ അവർക്ക് പ്രൊമോഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് നല്ല ക്വാളിറ്റിയുള്ള ആൾക്കാർക്ക് പ്രൊമോഷൻ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ട്രാൻസ്ഫറുകൾ വേണ്ടി വരും, സ്ഥലം മാറ്റങ്ങൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന വളരെ വലിയൊരു പദമാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാഫിംഗ് ഇൻക്ലൂഡ് വേരിയസ് ഫങ്ഷൻസ് ഇൻക്ലൂഡിങ് റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ട്രെയിനിങ്, പ്ലേസ്മെൻറ്റ്, റെമ്യൂണറേഷൻ, ട്രാൻസ്ഫർ, പ്രൊമോഷൻ എക്സെട്ര. ഇതെല്ലാം ഉൾപ്പെടുന്ന ഒന്നാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഫംഗ്ഷനിലേക്ക് പോവാം. ദാറ്റ് ഈസ് ഡയറക്റ്റിംഗ്. ഇതുവരെയുള്ള 3 ഫംഗ്ഷൻ്റെയും പ്രത്യേകത അവയെല്ലാം പ്രിപ്പറേഷൻസ് ആയിരുന്നു. നമ്മളൊരു തയ്യാറെടുപ്പ് നടത്തുകയാണ് ഇതുവരെ ചെയ്തത്. പ്ലാനിങ്ങിലൂടെ ആയാലും ഓർഗനൈസിങ്ങിലൂടെ ആയാലും സ്റ്റാഫിങ്ങിൽ നമ്മൾ ആളുകളെ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട്. സ്ഥാപനത്തിൻ്റെ വർക്ക് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഒരു സ്ഥാപനം അതിൻ്റെ പ്രവർത്തനം യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കുക, അതൊരു പുതിയ സ്ഥാപനമാണെങ്കിൽ അതിൻ്റെ പ്രവർത്തനം യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് ഈ ഫംഗ്ഷൻ മുതലാണ്. ഡയറക്റ്റിംഗ് എന്നുള്ള ഈ ഫംഗ്ഷൻ മുതലാണ് അതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റിംഗ് ഈസ് ആൾസോ കോൾഡ് മാനേജ്മെൻറ്റ് ഇൻ ആക്ഷൻ. പ്രവർത്തനം തുടങ്ങുന്ന ധർമ്മം എന്നാണ് ഇതറിയപ്പെടുന്നത്. മാനേജ്മെൻറ്റ് ഇൻ ആക്ഷൻ. എന്താണ് ഡയറക്റ്റിംഗ്? ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്, ഡയറക്റ്റിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻസ്ട്രക്റ്റിംഗ് ആൻഡ് സൂപ്പർവൈസിങ് ദി വർക്ക് ഓഫ് എംപ്ലോയീസ്. ജീവനക്കാരുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുക, അവരുടെ പ്രവർത്തനങ്ങളെ സൂപ്പർവൈസ് ചെയ്യുക. അവർ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്, ഒരു മേൽനോട്ടം. അതേപോലെ തന്നെ ഗിവിങ് ലീഡർഷിപ്പ് ടു ദെയർ ടാസ്ക്, അവരുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക. ദെൻ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദം,
അവരുമായിട്ട് ആശയവിനിമയം നടത്തുക. അവരുടെ പരാതികളുണ്ടാവും, അത് സ്വീകരിക്കുക, തിരിച്ച് അവർക്ക് കൊടുക്കാനുള്ള ഓർഡർ, രണ്ടും കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. അതുപോലെ തന്നെ അവരെ മോട്ടിവേറ്റ് ചെയ്യുക, കൂടുതൽ നല്ല രീതിയിൽ ജോലി ചെയ്യാൻ വേണ്ടി അവരെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഡയറക്റ്റിങ്ങിലുള്ളത്. അപ്പോൾ ഡയറക്റ്റിങ്ങിൽ നമ്മൾ എന്ത് ചെയ്തു? വർക്ക് തുടങ്ങി. ഇൻസ്ട്രക്ഷൻ, ഗിവൺ ഇൻസ്ട്രക്ഷൻ, വി ആർ ഗിവിങ് ഇൻസ്ട്രക്ഷൻസ് ടു ദം ടു സ്റ്റാർട്ട് ദി വർക്ക് തുടങ്ങാനുള്ള ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ഇതാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻസ്ട്രക്റ്റിംഗ് ആൻഡ് സൂപ്പർവൈസിങ്. നിർദ്ദേശങ്ങൾ കൊടുക്കുക, മേൽനോട്ടം വഹിക്കുക, ദി വർക്ക് ഓഫ് എംപ്ലോയീസ്, ദെൻ ഗിവിങ് ലീഡർഷിപ്പ്, അവരുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക, അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുക, അവരെ നല്ല രീതിയിൽ ജോലി ചെയ്യാൻ വേണ്ടി പ്രേരണ നൽകുക. അപ്പോൾ ഡയറക്റ്റിംഗ് എന്ന ടേമിനകത്ത്, ഫംഗ്ഷനകത്ത് കുറച്ച് കാര്യങ്ങൾ വരും. അതായത് ഇറ്റ് ഇൻവോൾവ്സ് ലീഡിങ്, അല്ലേ? നേതൃത്വം കൊടുക്കണം. ഒരു ഗ്രൂപ്പിൻ്റെ ലീഡർ മാനേജറാണ്. ആ മാനേജറുടെ അണ്ടറിൽ വരുന്ന ആൾക്കാരെ എല്ലാം ലീഡ് ചെയ്യേണ്ടത് അയാളുടെ ചുമതലയാണ്. നമ്മൾ 3 ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് പഠിച്ചതാണ്. അതിൽ വരുന്നവരെല്ലാവരും മാനേജർമാരാണ്, വിവിധ പേരുകളിൽ അറിയപ്പെട്ടാലും. അവരുടെ അണ്ടറിൽ വരുന്ന ആളുകളെ ലീഡ് ചെയ്യേണ്ടത് അവരുടെ ചുമതലയാണ്. ടോപ്പ് ലെവലിൻ്റെ അണ്ടറിലാണ് മിഡിലും ലോവറും വരുന്നത്. ആ 2 വിഭാഗത്തെയും ലീഡ് ചെയ്യേണ്ടത് ടോപ്പ് ലെവലിൻ്റെ ബാധ്യതയാണ്. ഇതുപോലെ അപ്പോൾ ലോവർ ലെവലിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് വർക്കേഴ്സിനെ ലീഡ് ചെയ്യുക എന്ന ചുമതലയാണ്. അപ്പോൾ ഡയറക്റ്റിംഗ് ഇൻവോൾവ്സ് ലീഡിങ്, ഇൻഫ്ലുവൻസിങ്, അവരെ സ്വാധീനിക്കാൻ കഴിയണം. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസിങ് ദി ബിഹേവിയർ ഓഫ് സബോർഡിനേറ്റ്സ് ആണ്. കീഴ്ജീവനക്കാരുടെ, കീഴുദ്യോഗസ്ഥരുടെ, അണികളുടെ സ്വഭാവത്തെ സ്വാധീനിക്കാനുള്ള കഴിവിനെയാണ് ലീഡർഷിപ്പ് എന്ന് പറയാം. അപ്പോൾ ആ ലീഡിങ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ മോട്ടിവേറ്റിംഗ്, അവർക്ക് പ്രചോദനം കൊടുക്കുക, മോട്ടിവേറ്റിംഗ് ദം ടു പെർഫോം ദി ടാസ്ക് അസൈൻഡ് ടു ദം, അവർക്ക് ഏൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്യാൻ അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുക. അപ്പോൾ മോട്ടിവേഷൻ കൊടുക്കാൻ പല മാർഗ്ഗങ്ങളുണ്ട്. ഒരു ഓർഗനൈസേഷനകത്ത് ബോണസ് കൊടുക്കും, കമ്മീഷൻ കൊടുക്കും, അങ്ങനെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാം. ഒരാളെ പ്രൊമോട്ട് ചെയ്യാം, പ്രൊമോഷൻ കൊടുത്തുകൊണ്ട്, അപ്പോൾ അത് അയാൾക്കൊരു മോട്ടിവേഷനാണ്, കൂടുതൽ നന്നായിട്ട് ജോലി ചെയ്യാനുള്ള മോട്ടിവേഷനാണ്. ദെൻ സിംപ്ലി ഒരു സുപ്പീരിയർ സബോർഡിനേറ്റിനോട് വെരി ഗുഡ് എന്ന് പറഞ്ഞൊരു അപ്രീസിയേഷൻ കൊടുക്കുന്നത് പോലും ഇൻസെൻറ്റീവാണ്, മോട്ടിവേഷനാണ്. അതിനെ നമുക്ക് നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ് എന്ന് പറയാം. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. എനിവേ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന വലിയൊരു പദമാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഡയറക്റ്റിങ്ങിലൂടെ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, സ്ഥാപനത്തിൽ കൃത്യമായ രീതിയിൽ ഏറ്റവും നല്ല ഔട്ട്പുട്ട് തരത്തക്ക രീതിയിൽ സ്ഥാപനത്തെ വികസിപ്പിക്കുന്നതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ സ്ഥാപനത്തിൽ ഉണ്ടാക്കുക. ഡയറക്റ്റിങ്ങിന് 4 ഘടകങ്ങളുണ്ട് എന്ന് നമുക്ക് പറയാം. ദർ ആർ 4 എലമെൻറ്റ്സ് ആർ ദർ ഫോർ ഡയറക്റ്റിംഗ്. ഈ 4 ഘടകങ്ങളാണ് ഡയറക്റ്റിങ്ങിനെ നിലനിർത്തുന്നത്. അതായത് സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഒന്നുകൂടെ, ഡയറക്റ്റിങ്ങിന് 4 ഘടകങ്ങളാണുള്ളത്. സൂപ്പർവിഷൻ, മേൽനോട്ടം, മോട്ടിവേഷൻ, പ്രചോദനം, ദെൻ അതേപോലെ ലീഡർഷിപ്പ്, നേതൃത്വം, അതേപോലെ കമ്മ്യൂണിക്കേഷൻ അഥവാ ആശയവിനിമയം. ഈ 4 എലമെൻറ്റിലൂടെയാണ് ഡയറക്റ്റിംഗ് സാധ്യമാകുന്നത്. അപ്പോൾ നമ്മൾ 4 ഫങ്ഷൻസ് പറഞ്ഞു, മാനേജ്മെൻറ്റിൻ്റെ 4 ഫങ്ഷൻസ് പറഞ്ഞു. നമുക്കിനി 5ാമത്തതും അവസാനത്തതുമായ ഫങ്ഷനിലേക്ക് പോവാം. കൺട്രോളിംഗ്, നിയന്ത്രണം. എന്താണ് കൺട്രോളിംഗ്? കൺട്രോളിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് കൺഫേമിംഗ് ദാറ്റ് ദി ആക്ച്വൽ ആക്ടിവിറ്റീസ് ആർ ആസ് പെർ ദി പ്രീ ഡിറ്റർമിൻഡ് ഒബ്ജക്റ്റീവ്. നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുറപ്പ് വരുത്തുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് കൺട്രോളിംഗ്. മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം തന്നെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട്. നമ്മളൊരു ടാർഗറ്റ് സെറ്റ് ചെയ്തു, നമ്മൾ സെറ്റ് ചെയ്തു. നെക്സ്റ്റ് ഇയറിൽ 20% പ്രോഫിറ്റ് നമുക്ക് വേണം, നമ്മുടെ ബിസിനസ്സിൽ നിന്ന് 20% പ്രോഫിറ്റ് വേണം എന്നൊരു ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്തു. അതിനാവശ്യമായ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ചെയ്തു. ദെൻ ആ പീരീഡ് എത്തി, ആ ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്തു. നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കി. നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചത് 20% ആയിരുന്നു, നമുക്കിപ്പോൾ എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്? നമുക്ക് 22% കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളെ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. ഇപ്പോൾ എന്തെല്ലാമാണോ ചെയ്തിരുന്നത് ഇതേ രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അത് അവിടുത്തെ ഒരു കാര്യം. അതേസമയം നമുക്ക് കിട്ടിയത് 20%-ന് താഴെ നമുക്ക് 15% കിട്ടിയുള്ളൂ പ്രോഫിറ്റ് എന്ന് വിചാരിക്കാം. ദർ ഇസ് ആൻ അൺഫേവറബിൾ ഡീവിയേഷൻ.
നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു മോശപ്പെട്ട നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത റിസൾട്ട് കിട്ടിയില്ല. സോ വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദി റീസൺ ബിഹൈൻഡ് ദി ഒക്കറൻസ് ഓഫ് സച്ച് ടൈപ്പ് ഓഫ് ആൻ അൺഫേവറബിൾ ഡീവിയേഷൻ ആൻഡ് വി ഹാവ് ടു ടേക്ക് ആഡിക്വേറ്റ് മെഷർ ടു ഓവർകം സച്ച് ആൻ അൺഫേവറബിൾ ഡീവിയേഷൻ. എന്തുകൊണ്ട് അങ്ങനെ ഒരു വ്യത്യാസം, മോശപ്പെട്ട വ്യത്യാസം ഉണ്ടായി എന്ന് നമ്മൾ കണ്ടെത്തുക, അതിൻ്റെ കാരണം കണ്ടെത്തി അത് ഭാവിയിൽ ഇല്ലാതാക്കാൻ ആവശ്യമായ തിരുത്തൽ നടപടി, കറക്റ്റീവ് ആക്ഷൻസ് നമ്മൾ എടുക്കുക. അപ്പോൾ കൺട്രോളിങ്ങിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്യുന്നത് ഇതാണ്. നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച ലക്ഷ്യത്തിലേക്ക് എത്തുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന് ഉറപ്പുവരുത്തുന്ന പ്രോസസ്സിനെ പറയുന്നതാണ് കൺട്രോളിങ് എന്ന് വെച്ചാൽ. അപ്പോൾ നിങ്ങൾ എക്സാമിൻ്റെ ഭാഗമായിട്ട് നിങ്ങളൊരു സർട്ടൻ പെർസെൻറ്റേജ് മാർക്ക് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തു. ദെൻ നിങ്ങൾ എക്സാം കഴിഞ്ഞു, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തതിൽ കുറവാണെങ്കിൽ യു ഹാവ് ടു ടേക്ക് സം കറക്റ്റീവ് ആക്ഷൻ. തിരുത്തൽ നടപടി സ്വീകരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത എക്സാമിനും മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. അതേസമയം നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള മാർക്ക് തന്നെ നിങ്ങൾക്ക് ലഭിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്ലാനെല്ലാം കൃത്യമായി നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് അർത്ഥം. ആ ഫ്യൂച്ചറിലും അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. എനിവേ, controlling is the process of confirming that the actual activities are going as per the predetermined objective. ഇനി കൺട്രോളിങ് ഇൻവോൾവ്സ് സെറ്റിംഗ് അപ്പ് ഓഫ് സ്റ്റാൻഡേർഡ്സ്. എന്തെല്ലാം ഉണ്ട്? സെറ്റിംഗ് അപ്പ് ഓഫ് സ്റ്റാൻഡേർഡ്സ്. നമ്മൾ മുൻകൂട്ടി ഒരു നിലവാരം നിശ്ചയിക്കുക. സെറ്റിംഗ് അപ്പ് ഓഫ് സ്റ്റാൻഡേർഡ്, നമ്മുടെ ലക്ഷ്യം എന്താണ് അത് നിശ്ചയിച്ച് വയ്ക്കുക. നമ്മൾ പറഞ്ഞ എക്സാമ്പിളിനകത്ത് അത് 20% ആയിരുന്നു പ്രോഫിറ്റ് ഒരു ബിസിനസ്സിൻ്റെ. ദെൻ അതേപോലെ തന്നെ മെഷർമെൻറ്റ് ഓഫ് ദി ആക്ച്വൽ. ആ പീരീഡ് കഴിഞ്ഞപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്, യഥാർത്ഥ പെർഫോമൻസ് എന്താണെന്ന് ഇവാലുവേറ്റ് ചെയ്തു. നമുക്ക് 15% കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ യഥാർത്ഥ പ്രവർത്തനം മെഷർ ചെയ്തു. ദെൻ എന്ത് ചെയ്യുന്നു? കമ്പയറിങ് ദി ആക്ച്വൽ വിത്ത് സ്റ്റാൻഡേർഡ്. ആ മുൻകൂട്ടി തീരുമാനിച്ച സ്റ്റാൻഡേർഡും ഇപ്പോഴത്തെ യഥാർത്ഥവും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നു. 20%ഉം 15%. അവിടെ ഒരു 5% വ്യത്യാസമുണ്ട്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും കുറവുണ്ട്. അപ്പോൾ അനലൈസിങ് ദി ഡീവിയേഷൻ, ആ വ്യത്യാസം എന്തുകൊണ്ടാണെന്ന് നമ്മൾ വിലയിരുത്തണം. ആൻഡ് വി ഹാവ് ടു ടേക്ക് കറക്റ്റീവ് ആക്ഷൻ, തിരുത്തൽ നടപടികൾ സ്വീകരിക്കണം. ആക്ച്വലി ഈ പറഞ്ഞ കാര്യങ്ങൾ കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്സാണ്. അതായത് എസ്റ്റാബ്ലിഷിങ് സ്റ്റാൻഡേർഡ്, ദെൻ അതേപോലെ മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ, കമ്പയറിങ് ആക്ച്വൽ വിത്ത് സ്റ്റാൻഡേർഡ്, അനലൈസിങ് ദി ഡീവിയേഷൻ ആൻഡ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ. ഇതെല്ലാം കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്സാണ്. അപ്പോൾ ഇത്രയും ഫങ്ഷൻസ് ഉൾക്കൊള്ളുന്നതാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക, മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഒരു പ്രോസസ്സാണ്. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ്. എന്ന് വെച്ചാൽ കൺട്രോളിങ് തീരുന്നതോടുകൂടി ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം തീരുന്നില്ല. കൺട്രോളിങ് തീർന്നാൽ നെക്സ്റ്റ് പ്ലാൻ തുടങ്ങും. മാത്രമല്ല മറ്റൊരു പ്രത്യേകത, ഒരു സ്ഥാപനത്തിൽ പല കാലത്തേക്കുള്ള പ്ലാനുകൾ പ്രിപ്പയർ ചെയ്യും. അതിൽ ഷോർട്ട് ടേം പ്ലാനുകൾ ഉണ്ടാവും, മീഡിയം ടേം പ്ലാനുകൾ ഉണ്ടാവും, ലോങ് ടേം പ്ലാനുകൾ ഉണ്ടാവും. ഒരു ലോങ് ടേം പ്ലാൻ തീരുമ്പോൾ അടുത്ത ലോങ് ടേം പ്ലാൻ തുടങ്ങും. ഒരു മീഡിയം ടേം പ്ലാൻ തീരുമ്പോൾ അടുത്ത മീഡിയം ടേം പ്ലാൻ തുടങ്ങും. എന്ന് വെച്ചാൽ ഈ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. അഗെയിൻ അതങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ 5 ഫങ്ഷൻസ് ഓർഡറുകൾ തെറ്റാതെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു.